76ാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിനുള്ള ഒരുക്കങ്ങൾ രാജ്യതലസ്ഥാനത്ത് പുരോഗമിക്കുന്നു. രാജ്യത്തിന്റെ സാംസ്കാരിക വൈവിധ്യവും സൈനിക ശേഷിയും പ്രകടമാക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡിനുള്ള പരിശീലനം അവസാന ഘട്ടത്തിലാണ്. ഭാരതം തദ്ദേശീയമായി നിർമ്മിച്ച പ്രളയ മിസൈലുകൾ പരേഡിൽ പ്രദർശിപ്പിക്കും. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയോന്തോയാണ് ഇത്തവണ റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യാതിഥി. ജിഷ്ണു കൃഷ്ണൻ ചേർന്ന് വരുന്നു. ജിഷ്ണു, എങ്ങനെയാണ് ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നത്? വീണ 76ാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിനുള്ള ഒരുക്കങ്ങൾ തയ്യാറെടുപ്പുകൾ പുരോഗമിക്കുകയാണ്. ഞാനിപ്പോഴുള്ളത് റിപ്പബ്ലിക് ദിനത്തിൽ പരേഡ് നടക്കുന്ന കർത്തവ്യ പഥിലാണ്. ഇവിടെ രാഷ്ട്രപതി ഭവൻ മുതൽ ഇന്ത്യ ഗേറ്റ് വരെ നീളുന്ന ഈ കർത്തവ്യ പഥിലാണ് റിപ്പബ്ലിക് ദിനത്തിൽ രാജ്യത്തിന്റെ സാംസ്കാരിക വൈവിധ്യവും ഒപ്പം സേനയുടെ കരുത്തും പ്രകടമാക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുക. 26-ന് രാവിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒപ്പം ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള മുഖ്യ അതിഥികൾ പങ്കെടുക്കുന്ന പരേഡ് ഈ ദൃശ്യങ്ങളിൽ ഇപ്പോൾ കാണുന്ന രാഷ്ട്രപതി ഭവൻ മുതൽ ഇന്ത്യ ഗേറ്റ് വരെ നീണ്ടു നിൽക്കുന്ന ഈ കർത്തവ്യ പഥിലാണ് ഈ ഒരു പരേഡ് നടക്കുക. അതിനുള്ള തയ്യാറെടുപ്പുകൾ, ഒരുക്കങ്ങൾ, ഒപ്പം പരേഡ് കാണുന്നവർക്ക് ഇരിക്കുന്നതിനുള്ള പ്രത്യേക പവലിയനുകൾ, ഇതെല്ലാം തന്നെ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. അത്തരത്തിലുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നടക്കുന്നത് റിപ്പബ്ലിക് ദിന പരേഡിന്റെ പരിശീലനമാണ്. അതിന്റെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഡൽഹിയിൽ അതിന്റെ പരിശീലനം നടന്നു വരുന്നു. നാളെ ഫുൾ ഡ്രസ്സിലുള്ള, അതായത് എങ്ങനെയാണോ റിപ്പബ്ലിക് ദിനത്തിൽ പരേഡ് നടക്കുക അതിന് സമാനമായൊരു റിഹേഴ്സൽ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കണ്ട ഈ ഒരു കർത്തവ്യ പഥിലൂടെ നാളെ രാവിലെ നടക്കും. അതായത് ഫുൾ ഡ്രസ് റിഹേഴ്സൽ എന്നുള്ള രീതിയിലാണ് എങ്ങനെയാണോ റിപ്പബ്ലിക് ദിനത്തിൽ പരേഡ് നടത്തുക അതിന് സമാനമായൊരു റിഹേഴ്സൽ പരേഡ് നാളെ നടക്കും. അതിന്റെ സുരക്ഷാ ക്രമീകരണങ്ങൾ, പരിശോധനകൾ എല്ലാം തന്നെ പുരോഗമിക്കുന്നുണ്ട്. വിവിധ തരത്തിലുള്ള നിശ്ചല ദൃശ്യങ്ങൾ, അത് വിവിധ സംസ്ഥാനങ്ങളിലെയും ഒപ്പം മന്ത്രാലയങ്ങളുടെയും നിശ്ചല ദൃശ്യങ്ങൾ, സൈന്യത്തിൻ്റെ പരേഡ്, ഒപ്പം വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കലാപരിപാടികൾ തുടങ്ങി വിവിധ തരത്തിലുള്ള ആശയങ്ങൾ ഉൾക്കൊള്ളുന്നതായിരിക്കും റിപ്പബ്ലിക് ദിന പരേഡ്. ഇത്തവണത്തെ റിപ്പബ്ലിക് ദിന പരേഡിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അല്ലെങ്കിൽ റിപ്പബ്ലിക് ദിനാഘോഷത്തിന് 76ാമത് റിപ്പബ്ലിക് ദിനാഘോഷം എന്നുള്ളത് ഭരണഘടന പ്രാബല്യത്തിൽ വന്നിട്ട് 75 വർഷം തികയുകയാണ്. അതുകൊണ്ട് തന്നെ റിപ്പബ്ലിക് ദിന പരേഡിന്റെ പ്രധാനപ്പെട്ട ആശയം എന്നുള്ളത് തന്നെ ഭരണഘടനയുടെ 75 വർഷം ഒപ്പം ജനപങ്കാളിത്തം എന്ന ആശയത്തിൽ ഊന്നിക്കൊണ്ടാണ് ഇത്തവണ റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുന്നത്. അതിൽ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയോന്തോ മുഖ്യ അതിഥിയായി പങ്കെടുക്കും. ഒപ്പം ഈ റിപ്പബ്ലിക് ദിന പരേഡിൽ ഇന്തോനേഷ്യയിൽ നിന്നുള്ള സൈനിക സംഘവും പങ്കെടുക്കുന്നുണ്ട്. ഇന്തോനേഷ്യൻ സേനയുടെ 160 അംഗ സംഘത്തിന്റെ മാർച്ച് പാസ്റ്റും 190 പേരടങ്ങുന്ന ബാൻഡും കർത്തവ്യ പഥിൽ നടക്കുന്ന പരേഡിൽ അരങ്ങേറും. ഒപ്പം വിവിധ പ്രമേയങ്ങൾ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും കേന്ദ്ര മന്ത്രാലയങ്ങൾ, വിവിധ വകുപ്പുകളുടെയും നിശ്ചല ദൃശ്യങ്ങളാണ് ഈ പരേഡിന്റെ ഭാഗമായി അണിനിരക്കുന്നത്. കൂടാതെ രാജ്യത്തിന്റെ പ്രതിരോധ ശേഷി, സൈനിക ശേഷി പ്രകടമാക്കുന്ന എല്ലാ തവണയും ആ പരേഡ് അത്തരത്തിൽ രാജ്യത്തിന്റെ സൈനിക ശേഷി പ്രകടമാക്കുന്ന പരേഡായിരിക്കും നടക്കുക. ഇത്തവണ ഭാരതം തദ്ദേശീയമായി നിർമ്മിച്ച പ്രളയ മിസൈലും ഈ പരേഡിൽ പ്രദർശനത്തിന്റെ ഭാഗമാകും. ആണവായുധങ്ങൾ വഹിക്കാൻ കഴിയുന്നതും ഒപ്പം വിവിധ തരത്തിൽ അത്യാധുനികമായി ഉപയോഗിക്കാൻ സാധിക്കുന്നതുമായ പ്രളയ മിസൈൽ ഈ റിപ്പബ്ലിക് ദിന പരേഡിന്റെ ഭാഗമായി ഒരുക്കുന്നുണ്ട്. ഒപ്പം കരസേനയുടെ മോട്ടോർ സൈക്കിൾ റാലി ഏറ്റവും വലിയ മറ്റൊരു പ്രധാന ആകർഷണമായിരിക്കും. ഡയർ ഡബിൾസ് എന്ന പേരുള്ള സംഘം 20 അടി ഉയരത്തിൽ പിരമിഡ് രൂപത്തിൽ മോട്ടോർ സൈക്കിൾ റാലി നടത്തിക്കൊണ്ട് ഇത്തവണ റെക്കോർഡ് സൃഷ്ടിക്കും എന്നുള്ളതാണ് ഈ റിപ്പബ്ലിക് ദിന പരേഡിന്റെ മറ്റൊരു സവിശേഷത. അത്തരത്തിൽ രാജ്യത്തിന്റെ സൈനിക ശക്തി പ്രകടമാക്കുന്ന, രാജ്യത്തിന്റെ സാംസ്കാരിക തനിമ വിളിച്ചോതുന്ന റിപ്പബ്ലിക് ദിന പരേഡിന് ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ജനുവരി 26-ന്, അതായത് 26-ാം തീയതി ഞായറാഴ്ച രാവിലെയാണ് കർത്തവ്യ പഥിൽ ഈ റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുക. അതിനായുള്ള തയ്യാറെടുപ്പുകളെല്ലാം തന്നെ പൂർത്തിയായി. ഇപ്പം റിപ്പബ്ലിക് ദിന പരേഡിനുള്ള അതിന്റെ പരിശീലനം മുൻപോട്ട് പോവുകയാണ്. ഫുൾ ഡ്രസ് റിഹേഴ്സൽ നാളെ രാവിലെ നടക്കും. വീണ. ഓക്കെ, ശരി ജിഷ്ണു.